ഫേസ്ബുക്കിൽ വരുന്ന ഏറ്റവും വലിയ ഷെയർഡ് പോസ്റ്റ് ആണ്. ഒരുപാട് പത്രമാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. മമ്മൂട്ടി റിജക്ട് ചെയ്ത പ്രോജക്റ്റ് ആണ് മോഹൻലാൽ അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. മമ്മൂട്ടി റിജക്ട് ചെയ്തിട്ടില്ല. എല്ലാവരും അതിനെ വേറെ രീതിയിൽ കാണുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഈ കഥയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, ഇത് എക്സലന്റ് കഥയാണ്, ഇതാണ്. പക്ഷെ ജിത്തു, എൻ്റെ ഒരു പ്രശ്നം, ഞാൻ ഇതേപോലത്തെ ഈ അച്ഛൻ അങ്ങനത്തെ ഫാമിലിയുടെ ഒരു 3-4 എണ്ണം കമ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത് ചെയ്യണമെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റും ചെയ്യുന്ന ഒരേ പാറ്റേൺ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യില്ല. അപ്പോൾ ഗ്യാപ്പിട്ട് ചെയ്തു വരുമ്പോൾ 1.5-2 വർഷം കഴിഞ്ഞ് എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ജിത്തു അതുവരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജിത്തു ഇതാരെങ്കിലും വെച്ച് ചെയ്തോ. ബട്ട് ഇതൊരു ഉഗ്രൻ കഥയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ലാലേട്ടനുമായിട്ട് സംസാരിച്ചു, പ്രൊജക്ട് നീങ്ങി. ഇത് കഴിഞ്ഞ് ഞാൻ മീനയായിട്ട് സംസാരിക്കാനായിട്ട് അവരുടെ മമ്മൂക്കയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിന്റെ സെറ്റിൽ ചെന്നപ്പോൾ മമ്മൂക്ക എന്നെ കണ്ടു. ഞാൻ മീനയായിട്ട് ഞാൻ മീനയോട് പറയാം, നല്ലതാണ്. മമ്മൂക്ക മീനയായിട്ട് സംസാരിച്ചു, യു ഷുഡ് ഡു ഇറ്റ്. അതുപോലെ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ മനസ്സിലാക്കാതെ എന്നോട് ചോദിച്ചു, അതിനകത്ത് പോലീസുകാരനെ ആരാ ചെയ്യുന്നത്? അപ്പൊ ഞാൻ ഇങ്ങനെ ഷാജോനാണ്, കൊള്ളാം, അവൻ ചെയ്താൽ നന്നാവും. ഇതിന്റെ കാസ്റ്റിങ്ങിന് വേണ്ടി അദ്ദേഹം എന്നെ ക്യാരവനിൽ പിടിച്ചിരുത്തി അദ്ദേഹം എന്റെ കൂടെ ഇരുന്നുകൊണ്ട് വർത്താനം പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം ആരുടെ സിനിമ ആര് ചെയ്യുന്നു എന്നുള്ളതല്ല അദ്ദേഹം നോക്കിയത്, ഈ കഥ ഇതൊരു നല്ല സിനിമയായി വരണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അതിനുശേഷമാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ റേജ് വന്നത്. മമ്മൂട്ടി റിജക്റ്റഡ്, മോഹൻലാൽ അക്സെപ്റ്റഡ്. ദൃശ്യം മമ്മൂട്ടി കാണാതെ. ആക്ച്വലി ഇങ്ങനെ ആരോടും പറഞ്ഞില്ല. ഇത് എങ്ങനെയൊക്കെയോ മമ്മൂക്ക ഈ കഥ കേട്ടു, മമ്മൂക്ക റിജക്ട് ചെയ്തതാണ്, അങ്ങനെയെന്ന് ഒരു ഫീലിംഗ് വന്നു. അപ്പൊ ഞാൻ എന്നോട് വിളിച്ച് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് സംഭവം. മമ്മൂട്ടി കാണാതെ പോയ ദൃശ്യം മോഹൻലാൽ കണ്ടതല്ല. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. മമ്മൂക്ക എന്നോട് പറഞ്ഞു 100% ഇതൊരു നല്ല സിനിമയാണെന്ന്. അന്നേരം സ്പോട്ടിൽ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു.